ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇവിടെ തന്നെ പണിക്ക് വെച്ചതാ, അവനെയും കാണുന്നില്ല. ഇതിലും പേര് നല്ല ബംഗാളികളെ വെച്ചിരുന്നെങ്കിൽ എന്റെ കഷ്ടപ്പാട് മാറിയെന്ന് ആരോട് പറയാം. എന്ത് പാടായത്, കാശൊന്നും മേടിക്കുന്നില്ലോടാ, ആൾക്കാർക്ക് വായിക്കാനല്ലോ ഇല്ലയോ, ഒരു മയത്തിലൊക്കെ നല്ല വിഷയങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ട്. ഞാനേ ഒരു സാഹിത്യ ക്യാമ്പിലായിരുന്നു, കുറച്ച് നാളോടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സാഹിത്യകാരന്മാർ നല്ല സമയം എന്തോ ചെയ്യാനോ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതുപോലെ ചായ എടുക്കട്ടെ, എടുക്കട്ടെ, അവരെ കൂട്ടിയിടാക്കാം. ആറന്മുള വള്ളസദ്യ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സദ്യ ഇപ്പൊ എല്ലായിടത്തും സദ്യ ഇല്ലയോ? എന്താ പറ്റത്? എന്താ കയ്യും കാലൊക്കെ വാർത്തകള് നല്ല തന്നെ അതിന്റെ കൂടുതൽ കുഴപ്പമില്ല. ബാബു വാർത്തയുടെ സമയമായിരുന്നു, റേഡിയോ വെക്കണം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം 84 പേർ. വൻ നശീകരണ ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർക്കുന്നത്. ആയുസ്സിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്നാണ് UN സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം. അതിനിടെ 47 ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ ഹമാസ് പുറത്തിറക്കി. കൊച്ചു കുട്ടികൾക്ക് ജാതി മതമൊന്നുമില്ല. കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിൻ്റെ പിന്നിലില്ല. 2019 ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ നാട്ടിലെ കുട്ടികളായാലും ശരി, വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി, എൻ്റെ കണ്ണിലെ കുട്ടികൾ മാത്രമാണ്. എതിർക്കുന്നവര് സ്വതന്ത്രമായിട്ട് എതിർക്കാറുണ്ട്. എനിക്കൊരു വിരോധമില്ല. പറഞ്ഞത് ഡോക്ടർ ലീലാവതി എന്താ അവര് പറഞ്ഞത്? കുട്ടികൾ, കുഞ്ഞുങ്ങള് ഗാസയിൽ പിടഞ്ഞു വീണ് മരിച്ച് ചോരമാർന്ന് മരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഓണസദ്യ കഴിക്കാന്നാ ഡോക്ടർ ലീലാവതി ചോദിച്ചത്. ചോദിച്ചത് അവർ വെക്കിട്ട് കയറിയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ആരോട് നല്ല വാക്ക് പറഞ്ഞാലും ഇക്കാലത്ത് അവരെ കണ്ടറിയാൻ കുറെ ആൾക്കാർ. ഈ ഇസ്രായേലി ചമ്മാരി രാഷ്ട്രത്തെ നിലനിർത്താൻ, ആ നിലയ്ക്ക് നിർത്താൻ ഒരാളുമില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലെ കുട്ടികളാണ് മരണപ്പെടുന്നതെങ്കിലും എങ്ങനെയാണ് ബാബു നമുക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുക? പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന കണ്ട് വയ്യാക്കാം. അവസാനം ബ്രിട്ടൻ പറഞ്ഞ കേട്ടില്ലേ, ഈ തമ്മാടി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്തണമെന്ന്. എന്നിട്ട് എന്താ കഥ? ഉടനെ തന്നെ ഒരു ബോംബ് കൊണ്ടുപോയി ഇട്ടില്ലേ? സ്ത്രീകളും കുട്ടികളും എല്ലാവരും മരണപ്പെട്ടു. എന്തൊരു അയ്യോ! നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂനിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. അതാ
ഒന്നുമില്ല, അതൊരു പോലീസുകാരനാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പണി വല്ലതും ഉണ്ടാക്കി കാണാം. വരട്ടെ ബാബു. എന്താ? പോലീസിന്റെ പ്രശ്നം എന്താണ് ഇന്ന് അവൻ കയ്യിൽ നിന്ന് പോകുന്നില്ല. അവനെ പൊക്കൂ, തീർച്ചയായും പിടിച്ചിരിക്കും സാറേ. നമസ്കാരം സാറേ. ഓക്കെ 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 ഞാൻ ഇന്ന് പിടിക്കും സാറേ. പിടിക്കും. ഓക്കെ പിടിക്കും. എന്തോ സാറേ പതിവില്ലാതെ? ഇതുകൊണ്ട് സുഖല്ലേ? ആദ്യത്തെ സാർ. ഞാനേ ആ. ഒരാളെ അന്വേഷിച്ചു. ആരാ സാറേ? നിനക്ക് ദാമുനെ അറിയോ? സാറേ ഒരു 2-3 താമമുണ്ട് ചുറ്റുവട്ടത്ത്. സാർ ആരെയാ ഉദ്ദേശിക്കുന്നത്? ഒരു പുതിയ വീട്ടിൽ ദാമു. അതാ പുതിയ വീട്ടിൽ താമു. പുതിയ വീട്ടിൽ താമം. അവനൊരു 2-3 ദിവസം മുന്നേ ഈ വഴിക്ക് വന്ന സാറേ. പിന്നെ കണ്ടിട്ടില്ല? ഇല്ല സാറേ. നീ കണ്ടോ പുതിയ വീട്ടിൽ ദാമുനെ? പുതിയ വീട്ടിൽ താമം ആരാ പുതിയ വീട്ടിൽ താമം? ആ വരത്തല്ലേ? ഇല്ല കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. അല്ല നീ ഒളിപ്പിക്കാൻ നോക്കുകയാണോ? എന്തിനാ ഒളിപ്പിക്കുന്നത്? എന്തിനാ ഒളിപ്പിക്കുന്നത്? പോലീസിനെ കണ്ടിട്ടൊരു ബഹുമാനക്കുറവ്. ഇതാണ് ബഹുമാനിക്കാൻ. കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. ഞാനിവിടെ വേറെ ആവശ്യത്തിന് വന്നോണ്ടാ. സാറേ ഏത് ആവശ്യത്തിനാണ് എന്താ പ്രശ്നം? പിന്നെ ഞാനേ കാലം മാറി സാറേ, കാലം മാറി. കാലം മാറി എന്നിട്ട് നിങ്ങളൊക്കെ കൊണ്ടുവന്ന് പെരുമാറിയ അപ്പൊ വരും. നിനക്ക് ചോദിച്ചാൽ മര്യാദക്ക് പറയാനറിയില്ലേ? ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അപ്പോ കണ്ടോ ഇല്ലയോ പറയാ. ഞങ്ങൾ പറഞ്ഞിട്ട് അറിയില്ല. പുതിയ ആളാണ്, മരത്തനാണ്. ഞാൻ കണ്ടിട്ടില്ല. ബാബു കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ പൊക്കിയ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓ വേണ്ട മനസ്സിലാകുന്നുണ്ടോ? കണ്ടിട്ടോ നീ ഇതുവരെ? സാറേ 2 ദിവസം എന്റെ മുന്നേ കോൾ. ഇല്ല സാറേ. സാറേ പറയൂ. സാറേ താമമാണോ സംശയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാറേ. വരത്തനല്ലേ? സാറേ എവിടെ? എവിടെ? ദാമോ കണ്ടോ? നീ കണ്ടോ നമ്മളെ? നിങ്ങൾ ആരോ ഒളിപ്പിക്കാൻ നിൽക്കട്ടെ. എവിടെ ദാമു? ഇവിടെ ജോർജ്. നിന്നോട് ഡെയിലി സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ പറഞ്ഞത് എന്താ 2 ദിവസമായിട്ട് വരാത്തെ? അതൊക്കെ പണ്ട് നമ്മളതൊക്കെ കാലം കുറെ എന്റെ പൊടി പരിപാടി നിന്നോ ഇപ്പൊ? സാറിപ്പോ അന്വേഷിച്ചു വന്ന ആരൊക്കെ അവരന്വേഷിച്ചു നമ്മളെ വിട്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ നല്ലപോലെ പുറത്ത് കിടക്കണുണ്ട്. ശരിക്കല്ലടാ. നീ കണ്ടോ ദാമുനെ? അരുണിന്റെ സ്പർശം അല്ലേ? നല്ല പരിപാടിയാണ് ഞാൻ കേട്ടത്. നല്ല ആൾക്കാരാ ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ അവരെ സംരക്ഷിക്കുന്നു. അയാൾ എന്താ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ കൂട്ടത്തില് ഒപ്പര അടുത്തടുത്തിരിക്കുന്നവരൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടോന്ന്. കാരണം അതൊക്കെയല്ല. എനിക്കറിയാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പരിപാടിയിൽ എനിക്ക് അറിയാതൊരാണോ? എനിക്കറിയാലോ. കണ്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ കാലത്തും മുന്നിൽ എല്ലാ ചുമ്മാ എന്താ ചെയ്യുന്നത്? ആരെങ്കിലും കുറച്ചൊക്കെ നീ വന്നേ. അറിയോ? നിനക്കറിയോ? ഫോട്ടോ വെച്ച് നോക്കട്ടെ. ഈ താടി എടുക്കാം.
നിന്റെ ചോരപ്പുറത്തെ മോനല്ല അവൻ. 10-17 വയസ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാണ് അവനെ കൊന്നേ? അവനെന്റെ മോൻ തന്നെയാ. പാവല്ല സാറേ, അവൻ നല്ലവനല്ല, രാക്ഷസനാണ്. എന്റെ ചോരയിൽ പറഞ്ഞ രാക്ഷസനാണ് സാറേ. താങ്കൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ കണ്ണുകൊണ്ട് എനിക്ക് കാണേണ്ടി വന്നു. കയ്യിൽ കിട്ടിയ ഇസ്തിരിപ്പെട്ടിരുന്നു. അവൻ അവന്റെ അമ്മയുടെ അത് അടിച്ചടിച്ചടിച്ച് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു സാറേ. ഈ ലഹരി ഇങ്ങനെയാ കൂട്ടരെ. നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുണ്ട്, അവരൊക്കെ അമ്മയാ, നൊന്നുവെച്ച അമ്മ. ഇനി ഈ കണ്ണെനിക്ക് എന്തിനാ സാറേ? നല്ലതൊന്നും ഈ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല സാറേ. ചെറിയ ഒരു പയ്യനെ അടിച്ചു കൊന്നിട്ട് നിന്ന് പോകണ. പറയടാ, നീ എങ്ങനെയാണ് അവനെ കൊന്നേ? പറയാ സാറേ, ഞാൻ പറയാം സാറേ. ലഹരി മണിയോട് നുറങ്ങായിരുന്നു. ആ ലഹരിയുടെ മയക്കത്തിൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു അവനെ. ഞാൻ അവന്റെ കാലുകളെടുത്ത് മടിയിലേക്ക് വെച്ചു. അവന്റെ കയ്യിൽ ഞാൻ തലോടി. അവന്റെ നെറ്റിയിൽ ഞാനൊരു മുത്തം നൽകി. കൊല്ലാൻ പോയതാ സാറേ, എന്റെ മോനല്ലേ. എനിക്ക് കഴിഞ്ഞില്ല സാറേ. എന്റെ എല്ലാ ചെയ്തികളും മറന്നു ഞാൻ പിൻവാങ്ങി. നടക്കുമ്പോ നിനക്ക് ഞാൻ കേട്ടു സാറേ. തൊട്ടടുത്ത് 17 വയസ്സ് മാത്രം പ്രായമുള്ളത് അവന്റെ കുഞ്ഞു പെങ്ങൾ, ഈ ലോകത്തിന്റെ കളങ്കമൊന്നും അറിയാത്ത അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ. അമ്മയോട് ഇങ്ങനെ ചെയ്തത് നാളെ പെങ്ങളോടും സാറേ. ഇനി ഒരു ആഘാതം കൂടി താങ്കളുടെ കരുത്തെനിക്കുണ്ടായിരുന്നില്ല സാറേ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് അവനൊന്ന് പിടച്ച പോലില്ല സാറേ. അവനൊന്ന് കരഞ്ഞത് പോലില്ല സാറേ. അവനൊന്ന് കുടലിന് പോലില്ല സാറേ. കുട്ടിക്കാലത്തെ പോലെ അനുസരണമുള്ള മോനായി അവനെന്റെ മടിയിൽ ഞാൻ എന്റെ മോനെ കൊന്നു സാറേ. മതി. ഇയാൾ ചെയ്ത തെറ്റാ. നിയമം കയ്യിലെടുക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അതിനിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, അതിന്റെ സംവിധാനങ്ങളുണ്ട്. എത്ര വലിയ ശിക്ഷ ചെയ്ത ആളാണെങ്കിലും എത്ര കുറ്റം ചെയ്ത ആളാണെങ്കിലും അവർക്ക് ശിക്ഷ വിധിക്കാൻ ഇവിടെ കോടതിയുണ്ട്. ശരിയാ സാറേ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ലഹരി വാരിക്കുന്നത് ഇനി ഒരു കുടുംബത്തിനും ഇത് സംഭവിക്കാതിരിക്കാനാണ് ഞാനത് ചെയ്തത്. എന്റെ ഭാര്യയ്ക്ക് ഈ ഗതി വന്നത്, എന്റെ മകൻ കൊല്ലപ്പെട്ടത്, ഞാൻ കൊലപാതകയായത് എല്ലാം ഈ ലഹരി കാരണോ? എന്റെ പൊന്നു സാറേ, ഈ തെറ്റെന്തെങ്കിലും ആലോചിച്ചോ? അതിന്റെ താഴെ കുട്ടികളുണ്ട്, ചെറിയ മക്കള്. ആ മക്കളിനെ ആര് നോക്കും? ആ കുട്ടികൾക്ക് ഇനി ആരാണത്? അവർക്ക് ജീവിക്കണ്ടേ? അതെ, കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരൊക്കെ കാണുന്നു, ആരൊക്കെയോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയയിലും പൊതുയിടങ്ങളിലും അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ആ തലങ്ങളിലൊന്നും എനിക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാറില്ല. എനിക്കതൊന്നും അറിയില്ല. മക്കൾ എന്ത് ചെയ്താലും എന്ത് ചോദിച്ചാലും അതെനിക്ക് നടത്തിക്കൊള്ളൂ. അവരെത്ര വലിയ തെറ്റ് ചെയ്താലും ശിക്ഷയെ കൊടുക്കാറുള്ളൂ. അത് അവർക്കും അറിയാം. മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി സാറേ. സാറിന് അറിയോ? നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ എത്ര
സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതായിരുന്നു. പക്ഷെ എന്നിട്ട് എനിക്കിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ലേ? ഇവിടെയാണ് കുഴപ്പം. നമ്മുടെ കുട്ടികള് പറക്കട്ടെ, ആകാശത്തോളോ അതിനപ്പുറമോ. പക്ഷേ ഒരു പ്രായം എത്തുന്നത് വരെ അവർ നമ്മുടെ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കണം. അവർക്ക് വേണ്ട കരുതൽ കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തില് ആഡംബര കാറോ വീടോ സ്വർണ്ണോ ഒന്നല്ല നമുക്ക് മേടിച്ചു കൊടുക്കേണ്ടത്. കരുതൽ, സ്നേഹം അത്രയും വേണം. അതെ അതേ കൂട്ടരെ, അതാണോ പെണ്ണോ ആവട്ടെ, അവരുടെ മേൽ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അച്ഛനമ്മമാര് എപ്പോഴും കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കണം. അവര് പറയുന്നത് കേൾക്കാം, അവരോട് കുറച്ചു നേരം ഇരിക്കണം. ഇവിടെ ആർക്കാ സമയം? ഇയാൾക്കത് ചെയ്തിട്ടുണ്ടോ? കുട്ടികൾ അവിടെ വഴി, രക്ഷിതാക്കളോ എല്ലാവരും തിരക്കിലാണ്. ഇന്നത്തെ കുടുംബത്തില് കുട്ടികളുടെയും രക്ഷിതാക്കളും ഒപ്പം ഇരുന്നിട്ട് ഒരു നേരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല, അതിനൊന്നും സമയം കിട്ടാറില്ല. അവര് ഓട്ടത്തിലാണ്, പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ. ഈ ഓട്ടത്തിനിടയ്ക്ക് ഭാര്യയും മക്കളെയും ഒന്നും നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. മക്കൾ ആവശ്യപ്പെട്ടത് നടത്തി കൊടുക്കുന്ന ഒരു ബാങ്കർ മാത്രമായി മാറുകയാണ് രക്ഷിതാക്കൾ. അതെന്നെ പ്രശ്നം. മക്കള് പൈസ ചോദിക്കുക, അത് എടുത്തു കൊടുക്കുക. അവർ എന്തിനു ചെലവഴിക്കുന്നു, എവിടേക്ക് പോകുന്നു, ഒരു വിഷയമില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ പ്രശ്നം. എന്റെ മോനെ സാർ, ഒന്ന് വിളിക്കോ സാർ. സാർ എന്റെ മോനെ സാറേ, ഒന്ന് വിളിക്കോ സാർ. സാറേ എനിക്ക് മനസ്സിലാവില്ല, ഈ ചെറിയ കുട്ടിയല്ലേ, ഇപ്പൊ വന്ന് നിനക്ക് മനസ്സിലാവില്ല. ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാവില്ല. വലിയ കുട്ടിയാകുമ്പോ അച്ഛൻ ചെയ്തതെല്ലാം മനസ്സിലാവും. സ്നേഹിക്കുന്നവരെ വേദനിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? സ്നേഹിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുകൊണ്ടാണ് മോനെ അമ്മയെ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നത്. മതി മതി മതി, വാ. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് നാം തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. എന്റെ മകനും ആ വഴിയിൽ, ലഹരിയുടെ വഴിയിൽ ഒരുപാട് ദൂരെയായിരുന്നു. തിരിച്ചു വരാൻ കഴിയാത്തത്ര. അത് മനസ്സിലാക്കാൻ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ കഴിഞ്ഞില്ല. അതിന് ഞങ്ങൾ കൊടുക്കേണ്ടി വന്ന വില ഞങ്ങളുടെ ജീവിതം തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീവിതം തന്നെയായിരുന്നു. നീ കരയരുത്, ഒരിക്കലും കരയരുത്. നന്നായി പഠിക്കണം മക്കളെ, നിങ്ങളും നന്നായി പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഞങ്ങളെ പോലുള്ളവർ അനാഥരാക്കിയത് ഈ ലഹരിയാണ്. അത് നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ലഹരി മരുന്നിരിക്കുന്ന മാന്യന്മാർക്ക് പണം മതി. ഇയാൾ ചെയ്തത് തെറ്റ്. ഇനി ഇയാളുടെ കുടുംബത്തിന് ആരുണ്ട്? ഈ ലഹരി മരുന്ന് വിൽക്കുന്ന കാപാലികന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം, ഒരുമിട്ടിറങ്ങണം. വലിച്ചു തീർത്തതും കുടിച്ചില്ലായ്മ ചെയ്തതും പുകയിലയോ മദ്യമോ മയക്കുമരുന്നോ അല്ല, ജീവിതമാണ്, ജീവിത ബന്ധങ്ങളാണ്. ലഹരി മരുന്നിൽ എരിഞ്ഞു തീർന്ന എത്രയെത്ര ജീവിതങ്ങൾ ഇനി നമുക്ക് ഒരുമിച്ച് പറയാം. ജീവിതമാണ് ലഹരി. നമ്മളെ ചെയ്യുന്ന ഒരു ലഹരിയും നമുക്കിനി വേണ്ട.